പ്രധാന ഗ്രഹങ്ങൾ 7 രാഹുവും കേതുവും കൂടിച്ചേർന്നാലേ നവഗ്രഹങ്ങളുടെ എണ്ണം 9 ആകൂ. ഇവർ രണ്ടുപേരും ഛായാഗ്രഹങ്ങളായതിനാലാണ് അങ്ങനെ സംഭവിച്ചത്. എങ്കിലും സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രം, ശനി എന്നിവരോടൊപ്പം തന്നെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്നതിന് അതിശക്തരാണ് രാഹുവും കേതുവും. അതിനാൽ ഇവരെ ആരാധിക്കുന്നതിലും ഒട്ടും അമാന്തരുത്. 7 ഗ്രഹങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സഞ്ചാരം പിന്നോട്ടാണ്. എല്ലാവരുടെയും സഞ്ചാരം സൂര്യനെ ചുറ്റിയാണ്. രാഹുവിൻ്റെ രൂപം അരയ്ക്ക് താഴെ സർപ്പാകൃതിയിലാണ്. കേതുവിന് അരയ്ക്ക് മുകളിൽ 5 തലയുള്ള സർപ്പാകൃതിയുമാണ്. ശാസ്ത്രീയമായും ജ്യോതിഷപരവും ഇവരുടെ ശക്തി അപാരമാണ്. മുടങ്ങാതെ ആരാധിച്ചാൽ സത്ഫലങ്ങൾ വാരിക്കോരി തരുന്നവരാണ് രാഹുകേതുക്കൾ. രാഹുവിൻ്റെ നിറം കറുപ്പും കേതുവിൻ്റേത് ചുവപ്പുമാണ്. രണ്ടും ക്രൂര ഗ്രഹങ്ങളാണ്. രാഹുവിൻ്റെ ലിംഗം സ്ത്രീയാണ്, കേതു നപുംസകവും. രാഹുവിൻ്റെ ദേവത ദുർഗയും കേതുവിൻ്റേത് ഗണപതിയുമാണ്. രാഹുവിൻ്റെ ഇഷ്ടനക്ഷത്രം തിരുവാതിരയാണ്, കേതുവിൻ്റേത് ചോതി. ചതയം, അശ്വതി, മകം, മൂലം ഇവയാണ്. ശനിയാണ് രാഹുവിൻ്റെ ദിനം, കേതുവിൻ്റേത് ചൊവ്വാഴ്ചയും. ഗോമേതകമാണ് രാഹുവിൻ്റെ ഇഷ്ടരത്നം, കേതുവിൻ്റേത് വൈഡൂര്യവും. ഇവ മനസ്സിലാക്കി നിത്യ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ അല്പ ദിവസങ്ങൾക്കകം തന്നെ സർപ്പദോഷങ്ങൾ നീങ്ങി നന്മയുണ്ടാകും. ക്ഷിപ്രപ്രസാദികളാണ് ഇരുഗ്രഹങ്ങളും. രാഹുകേതുക്കൾക്ക് അക്ഷതമായി യവം, ഗോതമ്പ്, അരി എന്നിവയും ഹവിസായി നെയ്യ്, എണ്ണ എന്നിവയും ഉപയോഗിക്കാം. രാഹുവിന് കറുകയും കേതുവിന് ദർഭയും ഇഷ്ടമാണ്. ഉഴുന്നാണ് രാഹുവിൻ്റെ ധാന്യം, കേതുവിൻ്റേത് മുതിരയാണ്. തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ തിരുപ്പതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാളഹസ്തിയാണ് രാഹുകേതുക്കളുടെ പ്രധാന ആരാധനാലയം. തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള സൂര്യനാർ കോവിലിൽ നവഗ്രഹങ്ങൾ എല്ലാവർക്കും പ്രത്യേക സന്നിധാനങ്ങളുണ്ട്. ദുർഗാദേവിക്കും രാഹുവിനും ശനിയാഴ്ച ദിവസങ്ങളിലെ അഭിഷേകം, അർച്ചന, നാമജപം എന്നിവ അതിവിശേഷമാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിനായകനും കേതുവിനും അഭിഷേകം, അർച്ചന, ആരാധന, ധൂപ ദീപാദികളോടെ ചെയ്യുക. ഈ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർ രാഹുകേതുക്കളുടെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഭക്ത്യാദര പുരസ്സരം നിത്യേന 2 നേരവും വീട്ടിലിരുന്ന് ജപിക്കുക. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയുമായാൽ മംഗളം ഭവിക്കുക തന്നെ ചെയ്യും. ഒട്ടും സംശയം വേണ്ട. കാര്യസാധ്യത്തിനായി മന്ത്രജപം ഒരു കാട്ടിക്കൂട്ടലാവാതിരിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. നിത്യേനെ ഹിന്ദു ധർമ്മങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പിന്തുടരുമല്ലോ.